ഇറാൻ US ആണവ ചർച്ചകൾ ഏതാണ്ട് നിലച്ച മട്ടാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ നശിപ്പിക്കാൻ ഇസ്രായേൽ US ആക്രമണങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ന്യൂയോർക്ക് ടൈംസിൽ വന്നൊരു റിപ്പോർട്ടുണ്ട്. ന്യൂക്ലിയർ ആയുധം നിർമ്മിക്കാൻ കഴിയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാന്റെ കൈവശമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാനെതിരായ US ബോംബാക്രമണത്തിന് ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 30,000 പൗണ്ട് ഭാരമുള്ള US ബോംബുകളാണ് ഇറാന്റെ ന്യൂക്ലിയർ ബമ്പറുകൾ തകർത്തത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളും ആക്രമിച്ച് നശിപ്പിച്ചു എന്ന അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ സർക്കാരും രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ 60% സമ്പുഷ്ടമാക്കിയ യുറേനിയം മുഴുവനായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനിലെ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും അത് ലഭ്യമാകാൻ സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥൻ വിലയിരുത്തുന്നു. എന്നാൽ ഇവ ഉപയോഗിക്കാനുള്ള ഏതൊരു ശ്രമവും ഇസ്രായേൽ കണ്ടെത്തുകയും ഇറാനെ വീണ്ടും ആക്രമിക്കുകയും ചെയ്യുമെന്നും ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി. പേര് വെളിപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ടാണ് ന്യൂയോർക്ക് ടൈംസിനോട് ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സംസാരിച്ചത്. 10 മാസം മുമ്പ് ഇസ്രായേൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയ ശേഷം ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇതിന് ഇസ്രായേലിന് തെളിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആ തെളിവുകൾ US ഇസ്രായേൽ പങ്കിട്ടു. അങ്ങനെയാണ് ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ വേഗത്തിലാക്കിയതെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇനിയെന്താണ്? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോഴിതാ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകരുതെന്നാണ് അരാങ്ചി താക്കീത് നൽകുന്നത്. അങ്ങനെ ചെയ്താൽ പിന്നീട് ഇറാന്റെ ആണവ പദ്ധതികളിൽ ഒരുതരം ഇടപെടലും അനുവദിക്കില്ലെന്നാണ് അരാങ്ചിയുടെ മുന്നറിയിപ്പ്. അതായത് ഇറാനെതിരെ ഉപരോധ വാളുമായി ഇനി വരരുതെന്നാണ് ഇറാന്റെ താക്കീത്. ഇറാനെതിരെ വാളെടുക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളോടാണ് അരാങ്ചിയുടെ ശക്തമായ മുന്നറിയിപ്പ്. UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. US നടന്നുകൊണ്ടിരിക്കുന്ന പരോക്ഷ ചർച്ചകൾക്കിടയിലും ഇറാൻ ഈ രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുന്നുണ്ട്. യൂറോപ്പിന് ഇപ്പോഴും നയതന്ത്രത്തിൽ ഒരു പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പുതിയ നീക്കം ഇറാനെതിരെ ആണവ ഉപരോധവും ആയുധ കയറ്റുമതി നിയന്ത്രണവും ഉൾപ്പെടെ പുനഃസ്ഥാപിക്കാൻ കാരണമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ആസ്തി മരവിപ്പിക്കൽ, യാത്രാ നിരോധനം, കയറ്റുമതി നിയന്ത്രണങ്ങൾ തുടങ്ങിയ ഉപരോധങ്ങളും വീണ്ടും നിലവിൽ വരാൻ ഇടയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്നും അരാങ്ചി വ്യക്തമാക്കി. എന്നാൽ പരിഷ്കരിച്ച ചട്ടക്കൂടിന് കീഴിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വഴിയാണ് ഇപ്പോൾ ഇടപെടൽ നടത്തുന്നതെന്നും അരാങ്ചി പറഞ്ഞു. ആണവ നിർവ്യാപന ഉടമ്പടിയിലെ അംഗമെന്ന നിലയിൽ ദേശീയ സുരക്ഷാ പരിഗണനകളെ അടിസ്ഥാനമാക്കി ഓരോ അഭ്യർത്ഥനയും വിലയിരുത്തും. എന്നാൽ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്നും അരാങ്ചി പറഞ്ഞു.